ആദ്യം ഞാൻ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പിയിലേക്ക് പോകുന്നു. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിലേക്ക് വരുന്നതിന് മുൻപ് എൻ്റെ ചോദ്യം ഇതാണ്. നാളെ കേന്ദ്ര സർക്കാർ ഈ ദുരിതാശ്വാസം 2000 കോടി രൂപ സംസ്ഥാന സർക്കാരിന് നൽകുന്നുവെന്നിരിക്കട്ടെ, അത് കിട്ടിയാൽ ഉടൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് സംസ്ഥാന സർക്കാർ? ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ടൗൺഷിപ്പിനുള്ള ഭൂമി ഇനിയും ഏറ്റെടുത്തിട്ടില്ല, അത് സർക്കാരിൻ്റെ പൊസഷനിലായിട്ടില്ല. അപ്പോൾ കേന്ദ്രം 2000 കോടി രൂപ ഇന്നോ നാളെയോ തന്നാൽ അതുപയോഗിച്ച് സംസ്ഥാന സർക്കാർ നാളെ ചെയ്യാൻ പോകുന്നത് എന്താണ്? അരുൺ, അതായത് കേന്ദ്ര സർക്കാർ തന്നെ പുറത്തിറക്കിയിട്ടുള്ളൊരു മാർഗനിർദ്ദേശമുണ്ട്, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റ് എന്നുള്ളത്. അത് 2019 അത് സംബന്ധിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്നുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, തിരക്ക് പിടിച്ച് തട്ടിക്കൂട്ടുന്നതല്ല റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ സമഗ്രമായി അപഗ്രഥിച്ച് ജനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ കൂടി കണ്ടുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കണം ആ റിപ്പോർട്ട്. ഒരു ദുരന്തം സംഭവിച്ചാൽ ഉടനെ കൊണ്ടുപോരുന്നതല്ല ഒരു റിപ്പോർട്ട് എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഇത് സംബന്ധിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നൊരു കാര്യമാണ്. ഇനി ഒരു ദുരന്തം വരുമ്പോൾ 3 ഘട്ടങ്ങളുണ്ട്. അതിലൊരു ഘട്ടമെന്ന് പറയുന്നത് റെസ്ക്യൂ, 2 റിലീഫ്, 3 റീഹാബിലിറ്റേഷൻ. റെസ്ക്യൂവും റിലീഫ് എന്ന് പറയുന്നത് വളരെ ദ്രുതഗതിയിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ദൗത്യങ്ങളാണ്. റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ആ മേഖലയിലെ ജനങ്ങളുടെ ആവശ്യങ്ങളെ ദീർഘകാല അടിസ്ഥാനത്തിൽ അപഗ്രഥിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ടൗൺഷിപ്പ് എന്നുള്ള സംഭവം നമ്മൾ വിഭാവനം ചെയ്യുന്നു. ഒരു ടൗൺഷിപ്പ് വരുമ്പോൾ ആ ജനങ്ങളുടെ അവിടുത്തെ ആ സോഷ്യോ ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് അനുസരിച്ച് അവരുടെ കുട്ടികളുടെ ദീർഘകാലത്തെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപഗ്രഥിച്ചു കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് പെട്ടെന്ന്, അത് സമയമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് ആരും പറയില്ല. ഇനി ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാം. ഇപ്പം ഈ അമിത്ഷയാണല്ലോ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ അതിലേക്ക് വരുന്നതിന് എനിക്കൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് അങ്ങ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു റെസ്ക്യൂ, റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുള്ള പണം റെസ്ക്യൂവിനും റിലീഫിനും മതിയാവുന്നതായിരുന്നില്ലേ? റെസ്ക്യൂവും റിലീഫും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം ഈ പറഞ്ഞ SDRF 90 crores, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ചികിത്സയ്ക്കുള്ളത്, ജനങ്ങൾക്ക് സസ്റ്റനൻസ്, അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ളതെല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്താണ്? റീഹാബിലിറ്റേഷനാണ്. അരുൺ, എനിക്കൊരു 2 മിനിറ്റ് നിന്ന് ഞാൻ താങ്കളുടെ കൺഫ്യൂഷൻ മാറ്റി തരാം. അതായത് ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് നവംബർ 27 ആഭ്യന്തരമന്ത്രി നൽകിയ 7 പേജ് വരുന്ന ഒരു മറുപടിയുണ്ട്. അത് താങ്കൾ സെർച്ച് ചെയ്താൽ കിട്ടും. രാജ്യസഭയിൽ 7 പേജ് വരുന്ന മറുപടി. ആ മറുപടിയിൽ ഒരു സ്ഥലത്ത് പോലും കേരള സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു അമാന്തമുള്ളതായി പറയുന്നില്ല. യഥാർത്ഥത്തിൽ കേരള സർക്കാർ സമർപ്പിച്ച നിവേദനങ്ങളുടെ കണക്കും ഇതെല്ലാം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന് അനക്ഷസായിട്ട് കഴിഞ്ഞ 5 വർഷക്കാലം കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങളിൽ ചെലവഴിച്ച തുകയുടെ കണക്ക് പറയുന്നുണ്ട്. വളരെ രസകരമായൊരു കാര്യം പറയാം. അതിൻ്റെ അനക്ഷർ നോക്കുക. 2019-20 ഒരു കണക്കുണ്ട്. അതായത് ഫ്ലഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇവർ 151 കോടി രൂപ NDRFിൽ നിന്ന് സാങ്ഷൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് വലിയ ബഹളം ഉണ്ടാക്കി എൻ്റെ സുഹൃത്തുക്കൾ. ഞാൻ അപ്പം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ SDRFിലുള്ള ഫണ്ടിൻ്റെ കണക്കുമായി തട്ടിക്കിഴിച്ച് വരുമ്പോൾ 50% മുകളിലാണെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളത്. അതിൻ്റെ അർത്ഥം അവർ റിലീസ് ചെയ്ത, അവർ പ്രഖ്യാപിച്ച 153 കോടി രൂപയിൽ 1 രൂപ പോലും കേരളത്തിന് കിട്ടാത്ത രീതിയിലാണ് അവർ പ്രഖ്യാപിച്ചത്. ഇനി ഞാൻ തിരിച്ചു വരാം. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞല്ലോ, ഈ അനക്ഷർ ഇതൊക്കെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കണക്കാണ്. 2019-20 ഫ്ലഡുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് 1624 കോടി രൂപയുടെ പ്രപ്പോസൽ സമർപ്പിച്ചു. ഇനി ഏറ്റവും രസകരമായ സംഭവം, ഈ അമിത്ഷാ ഊന്നുന്ന ഹൈ ലെവൽ കമ്മിറ്റി, അതിനിവർ പറയുന്ന HLC ആണ്. HLC എന്ത് ചെയ്തെന്നറിയോ? 460 കോടി രൂപ അപ്രൂവ് ചെയ്തു. 1 രൂപ പോലും കേരള സർക്കാരിന് കൊടുത്തില്ല എന്ന് അവരുടെ 3ാമത്തെ കോളത്തിലുണ്ട്. amount sought by state government
1624, എമൗണ്ട് അപ്രൂവ്ഡ് ബൈ HLC 460.77, എമൗണ്ട് റിലീസ്ഡ് ഫ്രം NDRF 0.00. അതേസമയം ഒഡീഷയിൽ അതേ വർഷം സൈക്ലോൺ ഫാനി, അതിൽ ഒറീസ ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് 5227, HLC അപ്രൂവ് ചെയ്ത് 3338 കോടി, അനുവദിച്ചത് 3114. 5 വർഷത്തെ കണക്കുകൾ സമഗ്രമായിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ സ്നേഹിതരും മാധ്യമപ്രവർത്തകരും ഈ 27/11/2024 എനിക്ക് രാജ്യസഭയിൽ നിന്ന് കിട്ടിയ ഈ സമഗ്രമായിട്ടുള്ള കണക്കുകൾ ഒന്ന് പരിശോധിക്കണമെന്ന് തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്. അതിനുള്ള വിവേചനം തീർച്ചയായും കേന്ദ്ര സർക്കാർ മറുപടി പറയാൻ ബാധ്യസ്ഥനുമാണ്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് ഒന്ന് മടങ്ങി വന്നാൽ, അതായത് എൻ്റെ ഒരു ആശങ്ക, നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വൃഥാ വ്യായാമമോ ഒരു ആവശ്യമില്ല ഒരു നിഴൽ യുദ്ധമാണോ എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന് റെസ്ക്യൂവിനും റിലീഫിനുമായി 577 കോടി രൂപയോളം ഇപ്പോൾ കയ്യിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നതും ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നതും ആ കണക്കാണ്. ദുരന്തം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ നമുക്ക് 580 കോടിയോളം രൂപ നമ്മുടെ പക്കലുണ്ടായിരുന്നു. അതുപ്രകാരം റെസ്ക്യൂ നടത്താൻ പറ്റി. റിലീഫ് പ്രവർത്തനങ്ങൾ അതും ഉപയോഗിച്ച മാനദണ്ഡ പ്രകാരം നടത്താം. ഇനിയുള്ളത് റീഹാബിലിറ്റേഷനാണ്. ആ റീഹാബിലിറ്റേഷൻ്റെ പണം കേന്ദ്ര സർക്കാർ നൽകും. അതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് PDNA ആണ്. ആ PDNA കൊടുത്തിരിക്കുന്നത് നവംബർ 13 ഞാൻ അമാന്തം വന്നു എന്ന് പറയുന്നില്ല. കാരണം ആ പണം വന്നാൽ പോലും സംസ്ഥാന സർക്കാരിന് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നോ ഇന്നത്തെ ദിവസം വരെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് PDNA പ്രകാരം കേന്ദ്ര സർക്കാർ സ്പെഷ്യൽ പാക്കേജ് ആയിട്ട് പണം നൽകിയാൽ അത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുമോ? ഇപ്പോഴും നമുക്ക് റീഹാബിലിറ്റേഷനിലേക്ക് നമ്മൾ പോയിട്ടില്ല. ടെമ്പററി റീഹാബിലിറ്റേഷനേ ഉള്ളൂ. അരുണെ, അതായത് നമ്മുടെ സ്ഥായിയായ റീഹാബിലിറ്റേഷൻ സമയമെടുത്ത് ചെയ്യണമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, പെട്ടെന്ന് ഈ SDRFിലുള്ള ഈ പണം വെച്ചിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. ഈ SDRF എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആർട്ടിക്കിൾ 280 പ്രകാരം ഫൈനാൻസ് കമ്മീഷൻ അവാർഡ് ചെയ്യുന്നൊരു തുകയാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഔദാര്യമല്ല. ഓരോ സംസ്ഥാന ഗവൺമെൻറ്റും നികുതിയിലേക്ക് നൽകുന്ന സംഭാവനകൾ കൂടി കണക്കിലെടുത്തിട്ട് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നൽകുന്ന തുകയാണ്. ഒരു വാചകം കൂടി പറയാൻ സമ്മതിക്കുക. ഓക്കെ, അങ്ങ് പൂർത്തീകരിച്ചോളൂ. പക്ഷേ എനിക്കൊരു ചോദ്യമുണ്ട്. അത് തീർച്ചയായിട്ടും. എന്താ കാരണം വെച്ചാൽ നീ ഒന്നും കൂടി പറയാം, എന്തിനാണ് SDRFിലെ ഫണ്ട് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. 12 നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമ്മുടെ SDRFിൽ ഉണ്ട് എന്ന് പറയുന്ന 588 കോടി രൂപയുടെ, ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് കേരളത്തിലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡ് പ്രോണായിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകളിൽ 60% കേരളത്തിലാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഈ പറഞ്ഞ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോവാത്തത്. ഒരൊറ്റ കാര്യം, ഈ 588 കോടിയിൽ ഇതുവരെ വയനാടിന്റെ റെസ്ക്യൂ മിഷന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത് 90 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ റെസ്ക്യൂ ഓപ്പറേഷൻസിനും മറ്റുള്ള കാര്യങ്ങൾക്കുമായി മാനദണ്ഡ പ്രകാരം ചെലവാക്കാൻ കഴിയുന്ന നമ്മൾ ചെലവാക്കി എന്നല്ലേ അതിന്റെ അർത്ഥം? 90 കോടി. അപ്പോൾ ഇനിയുള്ളത് റീഹാബിലിറ്റേഷനാണ് നമുക്ക് കൂടുതൽ തുക വേണ്ടുന്നത്. അതിനി വന്നാലും പോരെ എന്നതാണ് എൻ്റെ ചോദ്യം. അതായത് റീഹാബിലിറ്റേഷൻ തുടങ്ങുന്ന സമയത്തേക്കുള്ള പണമല്ലേ നമുക്കിനി വേണ്ടത്? അല്ല, അത് മാത്രമല്ല, വേറൊന്നും കൂടിയുണ്ട്. നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഒരു പ്ലാൻ എങ്ങനെയാണ്, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എത്രയായിരിക്കുമെന്ന് അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നമ്മുടെ കയ്യിൽ 2000 കോടി ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ടൗൺഷിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാം. നമ്മുടെ കയ്യിലുള്ളത് 500 കോടിയാണെങ്കിൽ അതനുസരിച്ചുള്ള പരിമിതമായ ടൗൺഷിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും. പോയിന്റ് വെൽ ടേക്കൺ. Debate with Dr. Arun Kumar.